അനൂപ് കൂടി ചേരുന്നുണ്ട്. അനൂപ്, 6 മേഖലകളായി തിരിച്ചുകൊണ്ടാണ് ഇന്നത്തെ പരിശോധനകളും തെരച്ചിൽ നടപടികളും ഒക്കെ മുൻപോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനനുസരിച്ച് കാര്യങ്ങൾ തുടങ്ങിയിട്ടുമുണ്ട്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ഈ പരിശോധന നടത്തുന്ന മേഖലകളെ അത് ഏത് രീതിയിൽ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞ ദിവസത്തിന് സമാനമായി തന്നെ വിവിധ ദൗത്യ സംഘങ്ങളായി തിരിഞ്ഞ് പ്രത്യേക സെക്ടറുകൾ തിരിച്ചാണ് ഇന്നും മുണ്ടക്കയിലും പുഞ്ചിരിമറ്റത്തും അതോടൊപ്പം ചാലിയാർ മേഖലകളിലും തെരച്ചിൽ നടത്തുന്നത്. അതിൽ പ്രധാനമായും പ്രദേശത്തു നിന്നുള്ള നാട്ടുകാരുടെ സാന്നിധ്യം കൂടി ഉണ്ടാവുമെന്നുള്ളതാണ് പ്രത്യേകത. അത് കഴിഞ്ഞ ദിവസവും അത്തരത്തിലുള്ള ഒരു ഉപദേശവും അല്ലെങ്കിൽ അവരുടെ പ്രാദേശികമായ അവരിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളും ക്രോഡീകരിച്ചാണ് ആ തെരച്ചിൽ നടത്തിയത്. അതോടൊപ്പം പ്രത്യേക ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഈ ദുരന്തബാധിത സ്ഥലങ്ങൾ രേഖപ്പെടുത്തി ഈ വീടുകൾ ഏത് മേഖലകളിലേക്കാണ് ഒഴുകിപ്പോയിട്ടുണ്ടാവുക എന്നുള്ള അതിനിടയിലുള്ള സാധ്യതയുള്ള സ്ഥലങ്ങൾ എന്നിവ പ്രത്യേകം മാർക്ക് ചെയ്താണ് ഇന്നലെ മറ്റും വിവിധ സെക്ടറുകളാക്കി ഈ സ്ഥലത്തെ പ്രത്യേകമായും തിരിച്ചത്. 6 സെക്ടറുകളാക്കി തിരിച്ചു. അതിൽ ഏറ്റവും ദുരന്തബാധിത മേഖലകൾ, അതോടൊപ്പം ഈ വീടുകൾ ഒഴുകിപ്പോയേക്കാവുന്ന സ്ഥലങ്ങൾ, അവിടെ നിന്ന് ആളുകൾ എത്തി കുടുങ്ങിക്കിടക്കാൻ ഇടയുള്ള സ്ഥലങ്ങൾ, പുഴയിലൂടെ ഒഴുകിപ്പോയി ഏതെങ്കിലും മേഖലകളിൽ കുടുങ്ങിക്കിടക്കാനുള്ള സാധ്യതകൾ, പുഴയ്ക്ക് അടിവശത്ത് തങ്ങി നിൽക്കാനുള്ള സാധ്യതകൾ, ഇങ്ങനെ എല്ലാം ഉള്ള വിവരങ്ങൾ ക്രോഡീകരിച്ചാണ് ഇത്തരത്തിൽ ഒരു ഏകോപന സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തെരച്ചിൽ പ്രധാനമായും നടന്നത്. പുഞ്ചിരിമറ്റത്തിന് തൊട്ട് താഴെയുള്ള പ്രദേശങ്ങളിലായിരുന്നു, മുണ്ടക്കൈ തുടങ്ങിയ പ്രദേശങ്ങളിലായിരുന്നു കൂടുതൽ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ ദിവസം തെരച്ചിൽ നടത്തിയതെങ്കിൽ ഇന്ന് മുകൾ ഭാഗത്ത് പുഞ്ചിരിമറ്റത്തിനും ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ സ്ഥാനത്തോട് ചേർന്നിട്ട് ഉള്ള വലിയ ആഘാതം നേരിട്ട സ്ഥലങ്ങളായിരിക്കും ഇന്ന് ആ രീതിയിൽ തെരച്ചിൽ നടത്തുക. അതോടൊപ്പം ചാലിയാർ പുഴയിലും 6ാമത്തെ സെക്ടറായിട്ടുള്ള ചാലിയാറിൽ അനുബന്ധ പ്രദേശങ്ങളിലും ഇന്ന് തെരച്ചിൽ നടത്തും. അതിന് പ്രധാന കാരണം ഈ ചാലിയാറിൽ നിന്ന് വിവിധ മൃതദേഹങ്ങൾ കഴിഞ്ഞ ദിവസവും ലഭിച്ചു എന്നുള്ളതാണ്. ഇന്നലെ നടത്തിയ തെരച്ചിലിലാകെ 14 മൃതദേഹങ്ങളും 4 ശരീരഭാഗങ്ങളും ലഭിക്കുകയുണ്ടായി. അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ മേഖലകളിൽ കൂടുതൽ കേന്ദ്രീകരിച്ചിട്ടുള്ളൊരു തെരച്ചിൽ നടത്താനുള്ള തീരുമാനം. നമുക്കറിയാം, ഈ പുഞ്ചിരിമറ്റത്താണ് സമീപത്താണ് ഈ ദുരന്തത്തിൻ്റെ പ്രഭവസ്ഥാനം. അതിനോട് ചേർന്നിട്ടുള്ള സ്ഥലങ്ങളെല്ലാം നാമാവശേഷമായ സാഹചര്യമാണുള്ളത്. നിരവധിയായ വീടുകൾ, 300-ലധികം വീടുകൾ തീരപ്രദേശങ്ങളിലുണ്ടായിരുന്നു. അതിൽ ചുരുക്കം ചില വീടുകൾ മാത്രമാണ് ഇപ്പോൾ ശേഷിക്കുന്നത്. അതോടൊപ്പം തോട്ടം മേഖലയിലെ തൊഴിലാളികൾ, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ തൊഴിലാളികൾ ഉൾപ്പെടെ ആ പ്രദേശത്ത് താമസിച്ചിരുന്നു. അവരിൽ പലരെയും കാണാനില്ലെന്ന് തോട്ടം തൊഴിലാളികളായിട്ടുള്ള അവരുടെ ബന്ധുക്കളും കുടുംബങ്ങളും നാട്ടുകാരും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളുമെല്ലാം രക്ഷാപ്രവർത്തകരോട് പറയുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മേഖലകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ തെരച്ചിൽ ഇന്നും തുടരാനാണ് രക്ഷാപ്രവർത്തന ദൗത്യത്തിൻ്റെ 5ാം നാൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ തീരുമാനം. ഇന്ന് പ്രധാനമായും ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ഐബോർഡ് സംവിധാനം, അതോടൊപ്പം റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള പരിശോധനകളെല്ലാം ഈ മേഖലകളിൽ നടക്കും. അത് കൂടുതൽ ഈ മേഖലകളിലേക്ക് എത്തിക്കാനാണ് സൈന്യത്തിൻ്റെയും മറ്റും തീരുമാനം. ആധുനികമായ സജ്ജീകരണങ്ങൾ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് മണ്ണിനടിയിൽ പൊതിഞ്ഞു പോയിട്ടുള്ള ശരീരങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്നുള്ളതൊരു പ്രധാന ലക്ഷ്യമാണ്. അതിൽ പ്രധാനം ഈ മണ്ണ് നീക്കം ചെയ്യുക എന്നുള്ളതാണ്. വലിയ JCBകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ന് ഈ മേഖലകളിലേക്ക് തെരച്ചിലിന് ദൗത്യ സംഘങ്ങൾ എത്തുന്നത്. ഘട്ടം ഘട്ടമായി സേനാ പ്രവർത്തകരെയും അതോടൊപ്പം സന്നദ്ധ പ്രവർത്തകരെയും സേനാ വിഭാഗങ്ങളെയും എല്ലാം ഘട്ടം ഘട്ടമായി ഈ മുകൾ ഭാഗത്തേക്ക് സൈന്യം ബെയിലി പാലത്തിലൂടെ അല്പസമയം മുമ്പ് കടത്തിവിട്ടു. ഔദ്യോഗികമായി 5ാം നാളിലെ തെരച്ചിൽ പുനരാരംഭിക്കുകയും ചെയ്തു. നാമാവശേഷമായ മുണ്ടക്കൈ, അതുപോലെ ഈ ചൂരൽമല, പുഞ്ചിരിമറ്റം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇനിയും ഒട്ടേറെ പേരെ കണ്ടെത്താനുണ്ട്. ഏതാണ്ട് 260 പേർ എന്ന് ഔദ്യോഗികമായൊരു കണക്കുകൾ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തു വരുന്നു. ഏതായാലും അത്തരത്തിൽ ഉള്ള ഔദ്യോഗികമായ കണക്കുകളല്ല, അനൗദ്യോഗികമായി പ്രദേശത്തു നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം കാണാതായവരുടെ എണ്ണം നിരവധിയാണ്. അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന പരാതികളുടെ എണ്ണവും നിരവധിയാണ്. ഏതായാലും അതുമെല്ലാം സംബന്ധിച്ചുള്ള ഒരു വ്യക്തതയ്ക്ക് കൂടുതൽ പരിശോധന അനിവാര്യമാണ്. മണ്ണ് മാറ്റിയുള്ള പരിശോധനകളാണ് ഏറ്റവും കൂടുതൽ ഊർജിതമായി ഇപ്പോൾ നടക്കുന്നത്. അതിൽ പ്രധാനം ഈ വീടിൻ്റെ ഭാഗങ്ങളെല്ലാം വന്ന് അടിഞ്ഞ പ്രത്യേക മേഖലകളാണ്. ആ മേഖലകളാണ് വലിയ തോതിൽ മണ്ണ് വന്നടിഞ്ഞ് മൺതിട്ടയായി വലിയ മൺതിട്ടകളായി മാറിയത്. അത് നീക്കം ചെയ്യുക എന്നുള്ളത് ഒരു ഇത്തരത്തിൽ യന്ത്ര സംവിധാനങ്ങളുടെ സഹായത്തോടു കൂടി മാത്രമാണ് അത്തരം കാര്യങ്ങളിലേക്ക് രക്ഷാപ്രവർത്തകർക്ക് കടക്കാനാവുക. ഏതായാലും JCBകൾ കൂടുതൽ മുകൾ ഭാഗത്തേക്ക് എത്തിച്ചത് ആശ്വാസകരമായ കാര്യമാണ്. ബെയിലി പാലത്തിൻ്റെ നിർമ്മാണത്തിലൂടെ സൈന്യം ആ മാർഗങ്ങൾക്ക് വലിയ ത്വരിതമായ രക്ഷാപ്രവർത്തന നടപടികളിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു. മുകൾ ഭാഗത്തേക്ക്
അനൂപ, ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് തിരിച്ചറിയാനകത്ത് 74 മൃതദേഹങ്ങൾ ഇനിയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ കണ്ടെത്തിയ 24ഓളം മൃതദേഹങ്ങളുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് പൊതുശ്മശാനങ്ങളിൽ. അതുമായി ബന്ധപ്പെട്ട അധികൃതർ നൽകുന്ന വിവരങ്ങൾ എന്താണ്? കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടൊരു വിശദമായ അവലോകന യോഗം വയനാട് ജില്ലാ കളക്ട്രേറ്റിൽ മന്ത്രിമാരുടെയും ജനപ്രതിനിധികളുടെയും വിവിധ സർവകക്ഷി നേതാക്കളുടെയും നേതൃത്വത്തിൽ നടന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനമാണ് ദുരന്തം കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ടും ബന്ധുക്കൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കാത്ത തിരിച്ചറിയാത്ത മൃതശരീരങ്ങൾ സംസ്കരിക്കുക എന്നുള്ളത്. അത് എത്രയും വേഗം അത് സംസ്കരിക്കേണ്ട നടപടികൾ പൂർത്തീകരിക്കേണ്ടത് ഒരു അനിവാര്യമായ ഒരു ഘട്ടത്തിൽ ആയിരുന്നു അത്തരത്തിലൊരു യോഗവും തീരുമാനവും. ഏതായാലും അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം 3 മൃതദേഹങ്ങൾ കൽപ്പറ്റ ഗൂഢലൈക്കുന്നിലെ പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. അതോടൊപ്പം വയനാട്ടിലെ വിവിധ പൊതുശ്മശാനങ്ങളിലായിരിക്കും ഈ തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങളുടെ സംസ്കാര നടപടികൾ നടക്കുക. അതിൽ പ്രധാനം തൊണ്ടർനാട്, ഗൂഢലായി, മേപ്പാടി, പുൽപ്പള്ളി, മുള്ളൻകൊല്ലി തുടങ്ങിയ സ്ഥലങ്ങളിലെ പൊതുശ്മശാനങ്ങൾ അതിനായി ഉപയോഗിക്കും. അവിടങ്ങളിൽ ഇതിനായുള്ള സജ്ജീകരണങ്ങൾ, ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 24 മൃതദേഹങ്ങൾ, തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങൾ കൂടി ഇന്ന് സംസ്കരിക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം ഔദ്യോഗികമായി നമ്മെ അറിയിച്ചിരിക്കുന്നത്. അതിൽ പലതും നിലമ്പൂർ മേഖലയിൽ നിന്ന് കണ്ടെടുത്ത മൃതശരീരങ്ങളാണ്. അത് അവർ മേപ്പാടി CHSയിലേക്ക് ആ മൃതശരീര ഭാഗങ്ങൾ എത്തിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ മൃതശരീരങ്ങളും എത്തിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ആ മൃതദേഹങ്ങളിൽ പലതും തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിലുള്ളതാണ്. ഭാവിയിൽ ബന്ധുക്കളുടെയോ മറ്റു അന്വേഷണങ്ങൾ വരികയാണെങ്കിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാധ്യതകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് പരിഹരിക്കാൻ ഉതകുന്ന വിധമുള്ള സജ്ജീകരണങ്ങളും അതിൻ്റെ ഭാഗമായി ക്രമീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് DNA പരിശോധനകൾക്കുൾപ്പെടെ ഭാവിയിൽ അത്തരത്തിലുള്ള ഒരു ആവശ്യം ഉണ്ടാവുകയാണെങ്കിൽ അതിനായുള്ള DNA സാമ്പിളുകൾ ഉൾപ്പെടെ ശേഖരിച്ചാണ് മൃതദേഹങ്ങളുടെ ഈ വിധത്തിലുള്ള സംസ്കാരം. അത്തരത്തിലുള്ള നടപടികൾ പൂർത്തീകരിക്കുകയാണ് ജില്ലാ ഭരണകൂടം. ഏതായാലും മൃതദേഹങ്ങൾ കൂടുതലായി ബന്ധുക്കൾക്ക് വിട്ടു നൽകി തുടങ്ങിയിട്ടുണ്ട്. തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ അതോടൊപ്പം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതെല്ലാം ത്വരിതഗതിയിലുള്ള പ്രവർത്തനമായാണ് ഈ മേഖലയിൽ നടക്കുന്നത്. ദുരന്തത്തിന് ശേഷം 5ാം ദിവസമാവുമ്പോഴും നിരവധി പേർ കാണാമറയത്താണ്. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. പ്രധാന സംവിധാനങ്ങൾ, ഔദ്യോഗിക സംവിധാനങ്ങൾക്ക് പുറമെ അനൗദ്യോഗികമായ സംവിധാനങ്ങളും ആ തിരച്ചിലിൻ്റെ ഭാഗമായി, ആദ്യ ദിവസത്തിൻ്റെ ഭാഗമായി അതിപ്പോഴും തുടരുകയാണ്. അല്പസമയത്തിനകം വിവിധ സേനാ മേധാവികൾ ഉൾപ്പെടെ ഈ ദുരന്തബാധിത മേഖലകളിലേക്ക് എത്തിച്ചേരും. അതോടൊപ്പം ഈ ദുരന്തത്തിൽ കഴിയുന്നവർക്ക് ആശ്വാസമായി ചലച്ചിത്ര താരങ്ങൾ കൂടി എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് 12 മണിയോടുകൂടി മോഹൻലാൽ ബെയിലി പാലത്തിൽ സന്ദർശിക്കുകയും ദുരന്തബാധിതരെ കാണുകയും ആശ്വസിപ്പിക്കുകയുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അത് ഔദ്യോഗികമായാണ് അദ്ദേഹത്തിൻ്റെ വരവ് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. സൈന്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സൈന്യം നടത്തിയ ഈ മേഖലയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ അനുമോദിക്കാൻ കൂടിയാണ് അദ്ദേഹം വരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ വിധത്തിൽ സർവ്വമേഖലകളിൽ നിന്നും വയനാടിന് ഈ മുണ്ടക്കൈക്ക് വലിയ സഹായങ്ങളും പ്രഖ്യാപനങ്ങളുമാണ് എത്തുന്നത്. അവർക്ക് ആശ്വാസമായി വലിയ തീരാവേദനയിലും നഷ്ടങ്ങളുടെ ആഴങ്ങളിലും അവരെ ആശ്വസിപ്പിക്കുന്നതിന് ഇത്തരത്തിൽ വിവിധ സഹായങ്ങൾ ഈ മേഖലകളിലേക്ക് എത്തിയിട്ടുണ്ട്. അത് മറ്റേത് ഭക്ഷണമാവട്ടെ അല്ലെങ്കിൽ വസ്ത്രമാവട്ടെ, അവർക്ക് പിന്നീടുള്ള സഹായ വാഗ്ദാനങ്ങളാവട്ടെ, എല്ലാം ആ രീതിയിൽ ഈ ചെറുഗ്രാമത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ആശ്വാസകരവും സന്തോഷകരവും ഈ വേദനയ്ക്കിടയിലും അത് ഒരു ആശ്വാസമുള്ള കാര്യമാണ്. അത്തരത്തിലുള്ള നടപടികൾ മറ്റൊരു ഭാഗത്ത് ഈ വിധത്തിൽ പുരോഗമിക്കുകയും ചെയ്യുന്നു. അനുപ, ഈ പറയുന്ന കൂട്ടത്തിൽ ചോദിച്ചോളട്ടെ, ഇത്തരത്തിൽ കൂടുതൽ ആളുകൾ അവിടേക്ക് എത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ അത് പാടില്ല എന്ന് നേരത്തെ തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെ അറിയിക്കുകയും ചെയ്ത ഒരു കാര്യമാണ്. അത് ഈ ദൗത്യത്തിന് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തുന്ന ഒരു സ്ഥിതി ഉണ്ടോ, അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ ആളുകൾ നടത്തുന്നുണ്ടോ? അത് പാടില്ല, അതിനെ തടയാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അധികൃതർ. എങ്കിൽ പോലും ആ ഒരു രീതിയിൽ ഉള്ള സാഹചര്യം എങ്ങനെയാണ്? അത്തരത്തിലുള്ള ഒരു ആളുകളുടെ അനിയന്ത്രിതമായ ഒഴുക്കെല്ലാം അല്ലെങ്കിൽ ദുരന്തം ബാധിത മേഖലകളിലേക്ക് ആളുകൾ അനാവശ്യമായി പ്രവേശിക്കുന്നതെല്ലാം നേരത്തെ തന്നെ പോലീസും അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളും തടഞ്ഞിരുന്നു. അതിപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ ഈ ചൂരൽമലയ്ക്ക് കിലോമീറ്ററുകൾക്ക് അകലെ വെച്ച് തന്നെ വാഹനങ്ങൾ തടയുകയും അവിടെ നിന്ന് നടന്നാണ് ഈ ദുരന്തബാധിത മേഖലയ്ക്ക് രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെ ചില
ഘട്ടങ്ങളിൽ പ്രവേശിക്കുന്നത്. മറിച്ച് പൊതുജനങ്ങൾക്ക് ആ പ്രദേശങ്ങളിലേക്ക് പൂർണ്ണമായും പ്രവേശന വിലക്കും നിലനിൽക്കുകയാണ്. ദുരന്ത സാധ്യതാ മേഖലകളിൽ രക്ഷാപ്രവർത്തനത്തിൽ തടസ്സം സൃഷ്ടിക്കുന്ന യാതൊന്നും പോലീസോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളോ ജില്ലാ ഭരണകൂടമോ ഒന്നും അനുവദിക്കുന്നില്ല. അതിനാൽ തന്നെ അത്തരം പ്രായോഗികമായ ബുദ്ധിമുട്ടുകളോ തടസ്സങ്ങളോ ഇല്ലാതെയാണ് രക്ഷാപ്രവർത്തനം 5-ാം നാളും പുരോഗമിക്കുന്നത്. രക്ഷാപ്രവർത്തകരുടെ കൃത്യമായ ഏകോപനമാണ് ഇവിടെ നടക്കുന്നത്. ദൗത്യ സംഘങ്ങളായി തിരിച്ചാണ് ഈ രക്ഷാപ്രവർത്തകരെ അവിടേക്ക് അയക്കുന്നത്. സന്നദ്ധ പ്രവർത്തകരെയെല്ലാം കൃത്യമായ കണക്കോടുകൂടി കൃത്യമായ സംവിധാനങ്ങളോട് കൂടിയാണ് അവിടേക്ക് അയക്കുന്നത്. ഏതായാലും ആ സംവിധാനങ്ങളെല്ലാം കൃത്യമായ കാര്യക്ഷമമായ രീതിയിലാണ് മുന്നേറുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ദുരന്തബാധിത മേഖലകളിൽ രക്ഷാപ്രവർത്തകരല്ലാതെ ദുരന്തബാധിത മേഖലകളിലേക്ക് ആരും തന്നെ എത്തുന്നില്ല എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ക്യാമ്പുകളിൽ, ദുരിതാശ്വാസ ക്യാമ്പുകളിലൊന്നും തന്നെ നേരത്തെ കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു അവരുടെ സ്വകാര്യത ലംഘിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവരുത് എന്നുള്ളത്. അതെല്ലാം വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏതായാലും അത്തരം കാര്യങ്ങളിലെല്ലാം സൂക്ഷ്മമായ ശ്രദ്ധ ചെലുത്തിയാണ് ഈ വിധത്തിൽ കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ പുഞ്ചിരിമറ്റത്തും അതിനു മുകൾ ഭാഗത്തും മുണ്ടക്കൈ ടോപ്പിലുമെല്ലാം ആളുകൾ എത്തിച്ചേരും, സുരക്ഷാ സേനകൾ എത്തിച്ചേരും. ഈ ദുരന്ത സ്ഥലത്തിൽ നിന്ന് ഈ ചൂരൽമല പുഴയുടെയും മറ്റും കരകളിൽ തേയിലക്കാടുകളാണ്. ആ തേയിലക്കാടുകളിൽ ചില ഒറ്റപ്പെട്ട തുരുത്തുകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ആ തുരുത്തുകളിൽ ആളുകൾ ശേഷിക്കുന്നുണ്ടോ എന്നുള്ള എല്ലാ വിധത്തിലുള്ള പരിശോധനകൾ ആണ് പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ വ്യോമ നിരീക്ഷണം ഉൾപ്പെടെ നടത്തിയാണ് ഇനി ഈ മേഖലകളിൽ ജീവനോടെ ആരും ശേഷിക്കുന്നില്ല എന്നുള്ള കാര്യം സൈന്യം തന്നെ സ്ഥിരീകരിച്ചത്, ജില്ലാ ഭരണകൂടം സ്ഥിരീകരിച്ചത്. ഏതായാലും എങ്കിലും ഈ മേഖലകളിൽ ഇത്തരത്തിൽ കുടുങ്ങിപ്പോയവരുണ്ടോ, മൃതശരീരങ്ങളുണ്ടോ, മൃതശരീര ഭാഗങ്ങളുണ്ടോ എന്നുള്ള തിരച്ചിൽ ഈ മേഖലകളിലും നടത്തുകയാണ്. ഇപ്പോൾ നമുക്ക് ഒരുപക്ഷെ ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഈ പുഴയുടെ തീരത്ത് സന്നദ്ധ സംഘടന അല്ലെങ്കിൽ ദൗത്യ സംഘങ്ങൾ ആ തീരത്തിലൂടെ ചാലിയാറിൻ്റെ അല്ലെങ്കിൽ ഈ ചൂരൽമല പുഴയുടെ തീരങ്ങളിൽ ഉള്ള തേയിലക്കാടുകളിൽ ആളുകൾ പരിശോധന നടത്തുകയാണ്. അത്തരത്തിൽ സൂക്ഷ്മമായ പരിശോധനയാണ് ഇന്ന് ഏതായാലും ഈ പ്രദേശത്ത് നടക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇതിന് തൊട്ട് സമീപത്തെല്ലാം തേയിലക്കാടുകളാണ്. HML-ൻ്റെയും മറ്റ് വൻകിട തോട്ടങ്ങളുടെയും തോട്ടങ്ങളാണ്. ഈ വൻകിട തോട്ടങ്ങളാണ്, HML-ൻ്റെയും മറ്റ് വൻകിട തോട്ടങ്ങളാണ്, തേയിലത്തോട്ടങ്ങളാണ് ഈ സ്ഥലത്ത് പ്രധാനമായും ഉള്ളത്. അതിൻ്റെ കരകളിൽ ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ടാകാം ഇപ്പോഴും എന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ അത്തരത്തിലുള്ള തെരച്ചിലുകൾ ആരംഭിച്ചിരുന്നു. ഇപ്പോൾ തീരങ്ങളിൽ കേന്ദ്രീകരിച്ച്, ഈ പുഴയുടെ തീരങ്ങളിൽ കേന്ദ്രീകരിച്ചും താഴ്ഭാഗത്ത് പുഴയുടെ അടിഭാഗങ്ങളിലുമെല്ലാം തെരച്ചിൽ നടത്തുന്നതിനായാണ് ഈ സംഘങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്ന് പുറപ്പെടുന്നത്. അവർ ഈ സ്ഥലത്ത് ഇതിൻ്റെ ഓരങ്ങളിലൂടെ സഞ്ചരിച്ച് ഇത്തരത്തിൽ ഉള്ള പരിശോധനകൾ തുടരുകയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏതാണ്ട് അനുകൂല ഒരു കാലാവസ്ഥ തെരച്ചിൽ പുരോഗമിക്കുന്നത്. അല്പസമയം അനുകൂല കാലാവസ്ഥയാണ് ഇപ്പോൾ എന്നാണ് ഈ ദൃശ്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് എപ്പോൾ വേണമെങ്കിലും മാറാം. ശക്തമായ മഴ വടക്കൻ കേരളത്തിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. എങ്കിൽ പോലും അനുകൂല കാലാവസ്ഥ അത് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ടല്ലേ ഈ അവസരത്തിൽ, ഈ മണിക്കൂറുകളിൽ? ഇപ്പം മാറും. അനുകൂല കാലാവസ്ഥയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനമായ ഒരു ആശ്വാസകരമായ കാര്യം. കഴിഞ്ഞ ദിവസം എന്നാൽ ഈ സമയത്ത് ശക്തമായ മഴ മുണ്ടക്കയിലും അതുപോലെ പുഞ്ചിരിമറ്റത്തുമെല്ലാം ഉണ്ടായിരുന്നത് രക്ഷാപ്രവർത്തനത്തെ ആദ്യഘട്ടത്തിൽ അവിടേക്ക് രക്ഷാപ്രവർത്തന സംഘത്തിന് എത്താൻ ബുദ്ധിമുട്ടെല്ലാം സൃഷ്ടിച്ചിരുന്നു. എങ്കിലും അത്തരത്തിലുള്ള പ്രതിസന്ധികളെല്ലാം ആ വിധത്തിൽ അത് ഒരു പ്രതിസന്ധിയായി മാറാതെയാണ് രക്ഷാപ്രവർത്തകർ എടുക്കുന്നത്. അവർ കൃത്യമായി തന്നെ അതിനായുള്ള സജ്ജീകരണവും സംവിധാനങ്ങളും ഉപയോഗിച്ച് തിരച്ചിലിന് യാതൊരു തടസ്സവും സൃഷ്ടിക്കാത്ത അല്ലെങ്കിൽ അതിന് ഒരു തടസ്സമുണ്ടാകാത്ത രീതിയിൽ തന്നെ കനത്ത മഴയിലും മുകൾ ഭാഗത്തേക്കും അത് അതിദുർഘടമായ മലയോര മേഖലകളിലേക്കും കയറി ചെല്ലുന്നത് നമുക്ക് കഴിഞ്ഞ ദിവസം തന്നെ കാണാമായിരുന്നു. ഏതായാലും കാലാവസ്ഥ അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളത് ഇന്ന് രാവിലെയുള്ള തിരച്ചിലിനെ സംബന്ധിച്ചിടത്തോളം അല്പം ആശ്വാസകരമാണ്. എന്നാൽ ഇവിടെയുള്ള പ്രത്യേകത, ഈ ദുരന്ത ഭൂമിയുടെ ഒരു പ്രത്യേകത ഇവിടെ പെയ്യുന്ന അതിതീവ്ര മഴയാണ്. ഏതാണ്ട് അന്ന് ആ ദുരന്തമുണ്ടായ സമയത്ത് 200 മില്ലിമീറ്ററിലധികം മഴയാണ് 24 മണിക്കൂറിൽ ഒരു പ്രദേശത്ത് മാത്രമായി രേഖപ്പെടുത്തിയത്. ആ വലിയ മഹാദുരന്തത്തിന് കാരണമായതും അതിതീവ്ര മഴയുടെ ആ വിധത്തിലുള്ള അതിതീവ്ര മഴ തന്നെയായിരുന്നു. ഏതായാലും അത് തന്നെ അത്തരത്തിൽ ഇടയ്ക്കിടെ പെയ്യുന്ന ഈ മഴ ഇടയ്ക്കിടെ ശക്തമായ മഴ മലമുകളിൽ പെയ്യുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ചൂരൽമല പുഴയിലെ ജലനിരപ്പ് ഉയരുകയും
അതിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെടുകയും എല്ലാം ചെയ്ത സാഹചര്യം ആദ്യഘട്ടങ്ങളിലുണ്ടായിരുന്നു. ഇപ്പോൾ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണത്തോടുകൂടി ആ പ്രശ്നം അതില്ലെങ്കിൽ ആ തടസ്സം ലഘൂകരിക്കാനായി കൂടുതൽ യന്ത്രഭാഗങ്ങളെല്ലാം തടസ്സങ്ങളില്ലാതെ എത്തിക്കാനെല്ലാമായത് ഈ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണത്തോടു കൂടിയാണ്. അത് പ്രതികൂല സാഹചര്യത്തോടുള്ള ഒരു വലിയ പോരാട്ടമായിരുന്നു സൈന്യത്തിൻ്റേത്. വെറും 32 മണിക്കൂറിനുള്ളിലാണ് സൈന്യം ആ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി അവിടേക്കുള്ള ഗതാഗതം സുഗമമാക്കിയത്. അത്തരത്തിൽ പ്രതിസന്ധികളെ, പ്രതികൂല ഘടകങ്ങളെ, പ്രതികൂല കാലാവസ്ഥകളെല്ലാം അതിജീവിച്ചാണ് വയനാട്ടിൽ രക്ഷാപ്രവർത്തനം വിവിധ ദൗത്യ സംഘങ്ങളുടെ നേതൃത്വത്തിൽ 5ാം ദിവസവും നടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ കാര്യം ഈ മണ്ണു മാറ്റിയുള്ള തെരച്ചിലാണ്. കൂടുതൽ വീടുകളും കെട്ടിടങ്ങളും വന്നടിഞ്ഞ സ്ഥലങ്ങളിൽ വലിയ മൺതിട്ടകൾ രൂപപ്പെട്ടിട്ടുണ്ട്. ആ മൺതിട്ടകൾ പൂർണ്ണമായും മാറ്റാൻ യന്ത്ര സംവിധാനങ്ങളോടുള്ള തിരച്ചിൽ അല്ലെങ്കിൽ മാറ്റിക്കൊണ്ടുള്ള യന്ത്ര സംവിധാനങ്ങൾ കൂടി ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ് ഇന്ന് പ്രധാനമായി നടക്കുക. അതോടൊപ്പം ചാലിയാർ പുഴയുടെ തീരപ്രദേശങ്ങളിലെ വ്യാപകമായ തിരച്ചിലുമാണ് ഇന്നത്തെ ദൗത്യ സംഘങ്ങളുടെ പ്രധാന പ്രവർത്തനം. മുണ്ടക്കൈ, ചാലിയാർ തീരത്തുമൊക്കെയുള്ള തെരച്ചിൽ നടപടികൾ ഊർജിതമായി മുൻപോട്ട് പോകുന്നു. ഇന്ന് പ്രധാനമായും പുഞ്ചിരിമറ്റം, മുണ്ടക്കൈ തുടങ്ങിയ മേഖലകളിൽ തെരച്ചിൽ നടത്താനാണ് ദൗത്യസംഘം ഉദ്ദേശിക്കുന്നത്. അതിനുള്ള കാര്യങ്ങൾ, നടപടികളൊക്കെയും എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന് വേണ്ട രീതിയിലുള്ള കാര്യങ്ങളുമായി മുൻപോട്ട് പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് തത്സമയം കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അനുകൂല കാലാവസ്ഥയാണ്. ഈ മണിക്കൂറുകളിൽ അനുകൂലമായി തന്നെ കാലാവസ്ഥ നിൽക്കുന്നു. മഴ ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ, വേഗത കൂട്ടാൻ അവർക്ക് സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനൂപ് പറഞ്ഞതുപോലെ ഇന്നലെയൊക്കെ പ്രതികൂല കാലാവസ്ഥയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പ്രതിസന്ധികൾ ഏറെയായിരുന്നു. അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് മുൻപോട്ട് പോയിരുന്നത്. ഇപ്പോൾ എന്തായാലും ആശ്വാസകരമായ ഒരു കാര്യം അനുകൂല കാലാവസ്ഥ തന്നെയാണ്. ഉദ്ദേശം 6 മേഖലകളായി തിരിച്ചുകൊണ്ടാണ് ഈ തെരച്ചിൽ നടപടികൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ആ മേഖലകളിലൊക്കെയും കാര്യങ്ങൾ കൃത്യമായി തന്നെ നടത്താനുള്ള ശ്രമങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ശക്തമായ രീതിയിൽ തന്നെ സാധിക്കുന്നുമുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും.